പുൽവാമ ഭീകരാക്രമണത്തിലടക്കം നരേന്ദ്രമോദിയെ വിമർശിച്ച് ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ 30ഇടങ്ങളിൽ സിബിഐയുടെ റെയ്ഡ്. കാശ്മീരിലെ ചെനാബ് കിരു ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് സിബിഐ റെയ്ഡ്. 2019 സത്യപാൽ മാലിക് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായിരിക്കെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന ചെനാബ് കിരു ജലവൈദ്യുതി പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് സിബിഐ റെയ്ഡ്. ദില്ലി ഉൾപ്പെടെ സത്യപാൽ മാലിക്കുമായി ബന്ധമുള്ള 30ഇടങ്ങളിലാണ് സിബിഐ പരിശോധന നടത്തിയത്. പദ്ധതിയുടെ സിവിൽ വർക്കുകൾക്കായി 2200 കോടിയുടെ കരാർ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ ക്രമക്കേട് നടന്നുവെന്ന കേസിലാണ് അന്വേഷണം. 2022 ഏപ്രിലാണ് സിബിഐ അന്വേഷണം ആരംഭിച്ചത്. 2023 ഡിസംബറിലും ഈ വർഷം ജനുവരി 29നും സിബിഐ ദില്ലി, കശ്മീർ, നോയിഡ, ചണ്ഡീഗഡ്, ഷിംല എന്നിവിടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. പദ്ധതിയിലെ ചില ഫയലുകളിൽ ഒപ്പുവയ്ക്കാൻ ഗവർണറായിരുന്ന തനിക്ക് 300 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് മാലിക് അന്ന് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ ഈ അന്വേഷണമാണ് ഇപ്പോൾ സത്യപാൽ മാലിക്കിലേക്ക് എത്തിയതും. പുൽവാമ ഭീകരാക്രമണത്തിലടക്കം നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിച്ച വ്യക്തി കൂടിയാണ് സത്യപാൽ മാലിക്. 46 സൈനികരുടെ ജീവൻ നഷ്ടമായ പുൽവാമ ആക്രമണത്തിന് കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയാണെന്ന് മാലിക് തുറന്നടിച്ചിരുന്നു. അന്ന് ഗവർണറായ തന്നോട് നിശബ്ദനായിരിക്കാനാണ് മോദി ആവശ്യപ്പെട്ടതെന്നും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമാക്കി BJP മാറ്റിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ദില്ലിയിൽ നടന്ന കർഷക സമരത്തിലും മോദി സർക്കാരിനെ മാലിക് വിമർശിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.